ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ലെവൽ പ്രിലിംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന സംഭവം ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അതെല്ലാവർക്കും അറിയാം. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ വർഷം ചോദിച്ചാൽ 1936 നവംബർ 12-ആണ്. അതുപോലെ തന്നെ ഈ മഹാത്മാഗാന്ധി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാം, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആര്? അപ്പൊ അതിന്റെ ഉത്തരം മഹാത്മാഗാന്ധിയാണ്. അതുപോലെ തന്നെ ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അപ്പൊ ക്ഷേത്രപ്രവേശനത്തെ ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് സി രാജഗോപാലാചാരിയാണ്. പ്രവേശന വിളംബരമാണ് 1936 നവംബർ 12-ന് നടന്ന ക്ഷേത്രപ്രവേശന വിളംബരം. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു രണ്ട് ഓപ്ഷൻസിനകത്ത് മറ്റു രണ്ട് ആൻസറുകൾ കാണാം. ഒന്ന് ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹളയും വൈക്കം സത്യാഗ്രഹത്തിനും ചാൻസ് ഉണ്ട്. അപ്പൊ ചാന്നാർ ലഹള എന്താണെന്ന് അറിയാം. ചാന്നാർ സ്ത്രീകൾക്കും സവർണ ഹിന്ദു സ്ത്രീകളെ പോലെ മാറുമറയ്ക്കുന്നതിനുള്ള അവകാശം ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ ചാന്നാർ സമുദായക്കാർ നടത്തിയ സമരമാണ് ചാന്നാർ ലഹള അഥവാ മേൽമുണ്ട് കലാപം. അത് 1859-ലാണ് ഈ മേൽമുണ്ട് കലാപം നടക്കുന്നത്. 1859 ജൂലൈ 26-ന് ഉത്രം തിരുനാൾ മഹാരാജാവ് ചാന്നാർ സ്ത്രീകൾക്കും മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിക്കൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചായിരുന്നു. അടുത്തത് വൈക്കം സത്യാഗ്രഹമാണ്. 1924, 25 വർഷങ്ങളിൽ നടന്ന വൈക്കം സത്യാഗ്രഹം. വൈക്കം മഹാക്ഷേത്രത്തിന് സമീപം അവർണ ഹിന്ദുക്കൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. 1936 നവംബർ 12-ന് നടന്ന. ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? മർമഗോവയാണ് അതിന്റെ ഉത്തരം. അതായത് മർമഗോവയാണ് ഇന്ത്യയിൽ നിന്നും കൂടുതലായി ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം. ഈ മർമഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗോവയിലാണ്. ഗോവയിലാണ് മർമഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. മർമഗോവ തുറമുഖത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നും കൂടുതലായിട്ട് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ്. മർമഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചാൽ സുവാരി. ഗോവയിലെ സുവാരി നദിയിലാണ് മർമഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പം തുറമുഖവുമായിട്ട് ബന്ധപ്പെട്ട രണ്ടുമൂന്ന് കണക്ടിംഗ് പോയിന്റ്സ് കൂടെ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം ഏതാണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, കാണ്ട്ലയാണ് അതിന്റെ ഉത്തരം. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം കാണ്ട്ലയാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം മുന്ദ്രയാണ്. അപ്പൊ സ്വകാര്യ തുറമുഖം മുന്ദ്രയും വേലിയേറ്റ തുറമുഖം കാണ്ട്ലയും. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ കൊച്ചിയാണ് ഉത്തരം. അപ്പൊ കൊച്ചിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം. അപ്പൊ കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്ന കായല് നമുക്ക് എല്ലാവർക്കും അറിയാം, വേമ്പനാട്ട് കായലിലാണ്. അപ്പൊ വേമ്പനാട്ട് കായലിലാണ് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഈ കൊച്ചി തുറമുഖത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പം കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഇനി രസതന്ത്രത്തിനുള്ള മറ്റൊരു കണക്ടിംഗ് പോയിന്റ്സ് കൂടെ നോക്കാം. യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് യുറേനിയം ഓക്സൈഡ്. യുറേനിയം ഓക്സൈഡ് അറിയപ്പെടുന്നത് യെല്ലോ കേക്ക് എന്നാണ്. അടുത്തത് കുമ്മായ അറിയപ്പെടുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നറിയപ്പെടുന്നത് കുമ്മായവും യുറേനിയം ഓക്സൈഡ് എന്നറിയപ്പെടുന്നത് യെല്ലോ കേക്കും സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നറിയപ്പെടുന്നത് കാസ്റ്റിക് സോഡയുമാണ്. അടുത്തത് നീറ്റുകക്ക എന്നറിയപ്പെടുന്നത് കാൽസ്യം ഓക്സൈഡ്. നീറ്റുകക്ക അഥവാ ക്വിക്ലൈം എന്നറിയപ്പെടുന്നത് കാൽസ്യം ഓക്സൈഡ്. ഇന്ദുപ്പ് അറിയപ്പെടുന്ന പേര് നമുക്കറിയാം, പൊട്ടാസ്യം ക്ലോറൈഡ്. അടുത്തത് ബ്ലീച്ചിങ് പൗഡർ എന്നറിയപ്പെടുന്നത് കാൽസ്യം ഹൈപ്പോക്ലോറൈഡ്. അപ്പൊ കാൽസ്യം ഹൈപ്പോക്ലോറൈഡ് അറിയപ്പെടുന്നത് ബ്ലീച്ചിങ് പൗഡർ എന്നും തുരുമ്പ് അറിയപ്പെടുന്നത് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്. തുരുമ്പ് അറിയപ്പെടുന്നത് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് എന്നാണ്. സുവർണ നാരി എന്നറിയപ്പെടുന്നത് ചണം. സുവർണ നാരി എന്നറിയപ്പെടുന്നത് ചണമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പശ്ചിമ ബംഗാളാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കണക്ടിംഗ് പോയിന്റ്സ് നോക്കാം. ഇന്ത്യയിലെ ആദ്യ ചണമില്ല് ആരംഭിച്ചത് പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിലെ ആദ്യ ചണമില്ല് ആരംഭിച്ചതും പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനവും പശ്ചിമ ബംഗാളാണ്.
ഇന്ത്യയിലെ ആദ്യ ചണമിൽ ആരംഭിച്ചത് പശ്ചിമ ബംഗാളിലെ റിഷ്വയിലാണ്. 1855 ചണമിൽ ആരംഭിക്കുന്നത്. 1855 പശ്ചിമ ബംഗാളിലെ റിഷ്വയിലാണ് ഇന്ത്യയിലെ ആദ്യ ചണമിൽ ആരംഭിക്കുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ധാതുസമ്പന്നമായ പ്രദേശം ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും ധാതുസമ്പന്നമായ പ്രദേശമാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇനി സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളക്. എല്ലാവർക്കും അറിയാം അതിന്റെ ഉത്തരം. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലം. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലവും സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകുമാണ്. ഓക്കെ, ഏഷ്യയിലെ ഏറ്റവും വലിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിലാണ്. അപ്പം കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കറുവപ്പട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഗ്രാമ്പു പ്രധാനമായും കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതാണെന്ന് ചോദിച്ചാലോ? അതിന്റെ ഉത്തരം തമിഴ്നാട്, കേരളം, കർണാടക. 3 സംസ്ഥാനങ്ങളാണ് വരുന്നത്. തമിഴ്നാട്, കേരളം, കർണാടക. ഓക്കെ, ഇനി പേരയ്ക്ക ഇന്ത്യയിൽ എത്തിച്ച യൂറോപ്യന്മാർ ആരാണ്? പോർച്ചുഗീസുകാരാണ് പേരയ്ക്ക ഇന്ത്യയിൽ എത്തിച്ച യൂറോപ്യന്മാർ. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് പോയിന്റ്സ് നോക്കാം. 5ാം പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാമുഖ്യം നൽകിയിരുന്നു. അപ്പൊ 5ാം പഞ്ചവത്സര പദ്ധതി പ്രാമുഖ്യം നൽകിയിരുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിരുന്നു. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ കാലാവധി പൂർത്തിയാകും മുമ്പ് പിൻവലിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പദ്ധതി. അപ്പൊ 5ാം പഞ്ചവത്സര പദ്ധതി കാലാവധി പൂർത്തിയാകും മുൻപ് പിൻവലിക്കപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഗരീബി ഹഠാവോ. അപ്പൊ ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ അതിന്റെ ഉത്തരം 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. കേരള വികസന പദ്ധതി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ന് ചോദിച്ചാൽ 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേരള വികസന പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പൊ 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേരള വികസന പദ്ധതി നടപ്പിലാക്കിയത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഭിലായി, ദുർഗാപൂർ, റൂർക്കേല ഇരുമ്പുരുക്ക് ശാലകളിൽ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്നതാണ്? അപ്പൊ 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്ന ഇരുമ്പുരുക്ക് ശാല ഇന്ത്യൻ ഭരണഘടന അസംബ്ലി പാസാക്കിയത് എന്ന്? 1949 നവംബർ 26-ന്. 1949 നവംബർ 26-നാണ് ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ ഭരണഘടന പാസാക്കിയത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി പാസാക്കിയ വർഷം ചോദിച്ചാൽ 1949 ആണ്. 1949 നവംബർ 26-നാണ് ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ ഭരണഘടന പാസാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റിംഗ് പോയിന്റ്സ് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1950 ജനുവരി 26-ന്. അപ്പൊ 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിരിക്കുന്നത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9-നാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത്. ഇനി ഈ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 207 പേരാണ്. 207 പേരാണ് പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവർ. അപ്പൊ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണം 207 പേരും. പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നുമാണ്. ഇനി ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 284 പേരാണ്. 284 പേരാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഓക്കെ, 284 പേര് ഭരണഘടനയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളികളുടെ എണ്ണം ചോദിച്ചാൽ 17 പേര്. 17 മലയാളികളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം ചോദിച്ചാൽ അത് 15 ആണ്. മലയാളികളുടെ എണ്ണം ചോദിച്ചാൽ 17-ഉം വനിതകളുടെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ 15-ഉം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം 15 ആണ്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. അപ്പൊ 3 വനിതകളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ പങ്കെടുത്തിട്ടുള്ളത്. നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വനപ്രദേശം? ചിന്നാർ. ചിന്നാറാണ് നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വനപ്രദേശം.
അതുപോലെ ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം കൂടിയാണ് ചിന്നാർ. അപ്പൊ ചിന്നാറില് ചാമ്പൽ മലയണ്ണാനെ കാണപ്പെടുന്നു. ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ. ചിന്നാറിലൂടെ ഒഴുകുന്ന നദികൾ ഏതെല്ലാം എന്ന് ചോദിച്ചാല് പാമ്പാറും ചിന്നാറും. ചിന്നാറിലൂടെ ഒഴുകുന്ന നദികളാണ് പാമ്പാറും ചിന്നാറും. ഓക്കെ, അപ്പം ചിന്നാർ വന്യജീവി സങ്കേതത്തെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ചാമ്പൽ മലയെന്നാൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം, നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം, ചിന്നാറിലൂടെ ഒഴുകുന്ന നദികളാണ് പാമ്പാറും ചിന്നാറും. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരാണ് മുത്തങ്ങ. അപ്പൊ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരെന്താണ്? മുത്തങ്ങ. മയിലുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ മയിൽ സങ്കേതമാണ് ചൂളന്നൂർ വന്യജീവി സങ്കേതം. ഈ ചൂളന്നൂർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന വേറൊരു പേരാണ് KK നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം. മയിലുകളെ സംരക്ഷിക്കുന്ന KK നീലകണ്ഠൻ സ്മാരക മയിൽ സങ്കേതം എവിടെയാണെന്ന് ചോദിച്ചാൽ ചൂളന്നൂർ വന്യജീവി സങ്കേതത്തിലാണ്. ഓക്കെ, അടുത്തത് കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ എവിടെയാണ്? പെരിയാറും പറമ്പിക്കുളവും. പറമ്പിക്കുളവും പെരിയാറുമാണ് കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമുണ്ട്. അതിന്റെ പേരാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് MK കുമാരൻ മാസ്റ്റർ. MK കുമാരൻ മാസ്റ്റർ ആണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തെ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നതിന് കാരണം ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ മയ്യഴിയുടെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയതുകൊണ്ടാണ്. മയ്യഴിയുടെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് MK കുമാരൻ മാസ്റ്റർ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത്.